അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാഹ് എനിക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെയാണ്. അപ്പോൾ 2-3 ദിവസം മിനിഞ്ഞാന്നാന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സജിയുടെ ക്രീമിനെ പറ്റി, ഈ മുഖത്തിടുന്ന ക്രീമിനെ പറ്റി. അപ്പോൾ അതിലൊരു 2-3-4 കമൻറ്റുകൾ എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്തിനാണ് കുറ്റം പറയാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ കുറ്റം പറഞ്ഞതല്ല മക്കളെ, അത് അങ്ങനത്തെ ഒരു ക്രീം തേച്ചിട്ട് എനിക്കറിയാവുന്ന ഒരു പെണ്ണിൻ്റെ ഒരു അനുഭവം ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറ്റമല്ല പറയണത്. കാരണം നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും വാങ്ങേണ്ടവർ വാങ്ങുകയും ചെയ്യും, തേക്കേണ്ടവർ തേക്കുകയും ചെയ്യും, അനുഭവിക്കുകയും ചെയ്യും. നമുക്കറിയാലോ. കാരണം ഒലക്കൊണ്ട് തല്ലുകൊള്ളാനാണ് പടച്ചവൻ്റെ വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊള്ളു തന്നെ വേണമല്ലോ. അപ്പോൾ ഞാനത് സാജിദാക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം നാളെ ഈ 5 മക്കളായിട്ട് ജീവിക്കണതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഓളെ വീഡിയോ കൂടെ പറയുന്നുണ്ട് പകലിടാനേ പറ്റില്ല, പകലിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പണി കിട്ടും എന്ന് അവളെന്നെ പറയുന്നുണ്ട്. പിന്നെ ഒരു വീഡിയോയിൽ അവൾ പറയുന്നുണ്ട് എന്തെന്നറിയോ, മരിക്കാൻ പേടിയില്ലാത്തവരിട്ടാൽ മതി എന്നാണ്. കാരണം അവൾ മുഖത്തത് ചെയ്തും കൊണ്ട് ഉള്ളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൽ ആരൊക്കെ കമൻറ്റിലൂടെ ചോദ്യത്തിന് മറുപടി അവൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് മരിക്കാൻ പേടില്ല, കരള അടിച്ചു പോയിക്കോട്ടെ, കിഡ്നി അടിച്ചു പോയിക്കോട്ടെ, എനിക്ക് മരിക്കാൻ പേടിയില്ലാത്തവരിട്ടാൽ മതി. ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുന്ന് കച്ചവടം ചെയ്യുമ്പോൾ ഈ ചോദിക്കണേന് അങ്ങനെയാണോ മറുപടി പറയുക? അത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ഞാൻ സാജിദാനെ അതിൽ മോശമാക്കാനോ അല്ലെങ്കിൽ അവളെ കച്ചവടം പൂട്ടിക്കാനോ അല്ല. ഈ ക്രീം അപകടകാരിയാണ്. കാരണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട്, ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ ഡോക്ടർ പറഞ്ഞു കൊടുത്ത വിധത്തിൽ തേച്ചിട്ട് ഇങ്ങനെ ഒരു അനുഭവം വന്നു. അപ്പോൾ ആ ഡോക്ടർ പകല് തേക്കരുതേ എന്ന് പറഞ്ഞു കൊടുത്തിട്ടും വീണ്ടും അവർ പകല് തേച്ചത് കൊണ്ട് വന്ന ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഞാൻ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞത് ഒരനുഭവം, കണ്ട അനുഭവം. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞെന്ന് മാത്രം. അല്ലാതെ സാജിദ കച്ചവടം ചെയ്യണേനി നമുക്കൊരു മോശമല്ല. സാജിദക്ക് എന്ത് വേണമെങ്കിലും കച്ചവടം ചെയ്യാം. ഇപ്പോൾ തുണി കച്ചവടം ചെയ്യുന്നുണ്ട്, വേറെയുള്ള കച്ചവടം ചെയ്യുന്നുണ്ട്, അതിനൊന്നും നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. കാരണം അത് അവൾക്ക് എത്രയാണെങ്കിലും, ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഞാനും തുണിക്കച്ചവടം ചെയ്തതാണ്. തമിഴ്നാട്ടിൽ ഞാനും ഇനിയും പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടുമുണ്ട്. കാരണം നൈറ്റി തുണി ആയിക്കോട്ടെ, കുട്ടികളുടെ ചുരിദാർ, ടോപ്പ്, പലാസ, ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നാണ്, ഞാൻ കച്ചവടം ചെയ്തിരുന്നാണ്. ഇപ്പോഴും അത് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും നമുക്കൊരു തുണി കൊടുത്തതുകൊണ്ട് നമുക്കൊരു മോശം വരാനില്ല. തുണി കളർ പോകുകയോ വേറെ എന്തെങ്കിലും ആകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലും ഒരു മനുഷ്യന്മാർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷേ ഈ ക്രീം അതുപോലെയല്ല. ക്രീം സംഗതി വശാൽ ഓൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നന്നായിട്ട് അറിയാത്. കാരണം ഓൾക്ക് ആ മക്കൾക്ക് എങ്ങനെയെങ്കിലും ആഹാരം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ എന്തെങ്കിലുമൊക്കെ പടാപ്പാട് പെടുന്നുണ്ട്. നമുക്ക് അറിയുന്ന പ്രശ്നം തന്നെയാണത്. ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെല്ലാം പറഞ്ഞാലും അവളുടെ മാനസികാവസ്ഥ, അവൾ ജീവിക്കുന്ന സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഞാനും. കാരണം എത്ര നമ്മൾ എന്തെല്ലാം ചെയ്താലും കെട്ടിച്ചു കൊടുത്ത് കുട്ടികളും മക്കളും ഇല്ലാതെ നമ്മളെ വീട്ടിൽ വന്നു നിന്നാൽ തന്നെ നമുക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഈ 5 മക്കളേറ്റ് വന്ന് നിൽക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാകും, അത് അനുഭവിക്കുന്നുണ്ടാവുമെന്ന് നല്ലോണം മനസ്സിലാകുന്ന ആളാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടായതിൻ്റെ പുറത്ത് ഈ ക്രീം കാരണം എങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് ഇനിയിപ്പോൾ ആരും കമൻറ്റ് ഇടാൻ പറ്റില്ല. കാരണം സാജിദാനെ വെളുപ്പിക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ വന്നേക്കാണെന്ന് പറയൊന്നും വേണ്ട. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ ഞാനല്ല, ആ വീഡിയോ ഈ സാജിദാൻ്റെ ക്രീമിനെ പറ്റി പകല് ഇട്ടിട്ട് പുറത്തിറങ്ങരുത് എന്ന് സാജിദ പറഞ്ഞതിന് ശേഷം എത്ര മനുഷ്യന്മാരാണ് ആ ക്രീമിനെ പറ്റി പറഞ്ഞിരിക്കണം. ഓരോരുത്തരുടെ അനുഭവങ്ങളും അടുത്ത് കാണുന്നതും മറ്റുള്ളതും പറഞ്ഞിരിക്കണം നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് സാജിദ എന്ത് ക്രീം വേണമെങ്കിലും വിറ്റോട്ടെ, ജീവിച്ചോട്ടെ, നമുക്കതിലൊരു എതിർപ്പില്ല. പക്ഷെ നാളെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നാമത് അവനവൻ്റെ മക്കളെ നോക്കാൻ തന്നെ നിവൃത്തിയില്ലാതെയാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ ആ ക്രീം വാങ്ങിയിട്ട് വല്ല പ്രശ്നങ്ങളും വരണ്ട, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞാൽ. ആ സാജിദാൻ്റെ ക്രീം പിന്നെ തമ്പേൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഹെഡിങ് നോക്കിയിട്ടോ നിങ്ങൾ ആരും വർത്താനം പറയണ്ട. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിൽ എന്താ ഞാൻ പറയണമെന്നുള്ളത് കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അല്ലാതെ അതിൻ്റെ ഹെഡിങ് തന്നെ നോക്കിയിട്ട് നിങ്ങൾ അപ്പം തന്നെ കമൻറ്റ് ഇട്ട് നിങ്ങളാണ് പോകണ്ട. വീഡിയോ കാണുക, കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുക. അപ്പോൾ ശരി, ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇനി കൂടുതലൊന്നും പറയുന്നില്ല.